ഹലോ, ഒരു ഈവനിങ് വ്ലോഗായാലോ? അപ്പോൾ പനിയൊക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് മൂന്നാക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് സെറ്റായി വരുന്നത്, ഫുള്ളായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ എനിക്കിന്നൊന്ന് മെഡിക്കൽ എടുക്കാൻ പോകാറുണ്ട് വൈകുന്നേരം. അപ്പോൾ റെഡിയായി നിൽക്കാൻ പറഞ്ഞു കേട്ടോ ഏട്ടൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ കിടക്കുന്ന ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി ഒക്കെ ക്ലീൻ ആക്കിയിട്ട് പോകാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഇനി തിരിച്ചു വന്നാൽ ഒന്നും ചെയ്യാനൊന്നും തോന്നില്ല. പിന്നെ ഇനിയിപ്പോൾ പോകുന്നതുകൊണ്ട് ഇനി എപ്പോഴാണ് തിരിച്ചു വരാമെന്നൊന്നും അറിയില്ല, പുറത്തേക്ക് ഇറങ്ങി അങ്ങനെയാണല്ലോ. അപ്പോൾ തല്ലുകുട്ടനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനും ഒന്ന് വേഗം ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഏട്ടൻ പെട്ടെന്ന് വരും, അപ്പോൾ വേഗം റെഡിയായി നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായി. ഇനിയൊന്ന് അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്തു, കാരണം നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് സൺസ്ക്രീനൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് നന്നായിട്ട് സ്കിന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റെഡിയായി. അല്ലുക്കുട്ടന് വേഗം ഒന്ന് ക്രീമൊക്കെ ഇട്ട്, അവനും ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ അവനും ക്രീമൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അൽനാദ സെൻറ്ററിലോട്ടാണ് കേട്ടോ പോകാനുള്ളത്. ഇവിടെ നിന്ന് അടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇട്ട് റെഡി ആയപ്പോഴേക്കും ഏട്ടൻ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലിഫ്റ്റ് കണ്ട അല്ലുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അവൻ തന്നെ ഒക്കെ സെറ്റാക്കിക്കോളും. നമ്മൾ താഴെ എത്തിയപ്പോഴേക്കും ഏട്ടനോട് ചായയൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ്റെ കൂടെ നിസാർക്കേ വന്നിട്ടുണ്ടായിരുന്നു, ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അൽനാദ സെൻറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്ന് ഒക്കെ നടന്നു കേട്ടോ. അപ്പോൾ റെഡ് ലൈൻ ഫോളോ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ബ്ലഡ് എടുത്തു. അത് കഴിഞ്ഞ് യെല്ലോ ലൈൻ ഫോളോ ചെയ്ത് പോയി എക്സ്റേ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി 24 hours റിസൾട്ട് കിട്ടും, എന്നിട്ട് വേണം ഇനി എമിറേറ്റ്സ് ഐഡിക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സഹാറ സെൻറ്ററിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മൂവിയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. കുറേ ആയില്ലേ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ ഒന്ന് വേറൊരു വൈബാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മമ്മൂട്ടിയുടെ പാടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡൊമിനിക്ക്, അത് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ടീ ഒക്കെ കുടിച്ച് സെറ്റായി. നമുക്ക് 7 മണിക്കാണ് ഷോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ അത് പോയിട്ട് കാണാം. അപ്പോൾ അല്ലുക്കുട്ടൻ അതിനകത്ത് ഇങ്ങനെ ആനിമൽസിനെയൊക്കെ കണ്ട് കുറേ കളിച്ച് നടന്നു. നമുക്കൊരു 1.5 മണിക്കൂർ അതിനകത്ത് സമയം സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ മാളിൽ അവിടെ നിന്ന് അങ്ങനത്തേന്ന് ഇങ്ങനത്തേക്ക് എത്തിയപ്പോൾ തന്നെ ആ സമയം കഴിയുകയും ചെയ്തു കേട്ടോ. അത്രയും വലിയ മാളായിരുന്നു ഇത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് ചെറിയ സ്നാക്സൊക്കെ മേടിച്ചിട്ട് പടം തുടങ്ങി കയറി. അകത്ത് ആരും ഉണ്ടായിരുന്നില്ല, ലിറ്ററലി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 പേരും കൂടെ ഫിലിം തുടങ്ങിയപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നടക്കാനേ ഉള്ളൂ റൂമിലേക്ക്. അപ്പോൾ ഞങ്ങൾ നടന്നതാ വേഗം വീട്ടിലെത്തി. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് സെറ്റായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ.